വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലുകൻ നാസു അനിസ്സാഅ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വമാ യുദ്രീക ലഅല്ല الساعة തകൂനു ഖരീബാ ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ. ഖാലിദീന ഫീഹാ അബദാ ലാ യജിദൂന വലിയ്യൻ വലാ നസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കപടവിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെയും മറ്റു കാര്യങ്ങളെയും പറഞ്ഞ് അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വിഷയങ്ങളാണ് സൂറത്തുൽ അഹ്സാബിലെ കഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞു വന്നത്. പ്രത്യേകിച്ചും കാര്യമായി കഴിഞ്ഞ ആയത്തുകളിൽ, തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ പ്രവാചകൻ്റെ ഭാര്യമാർ, അവരുമായുള്ള കുടുംബകാര്യങ്ങൾ, അതിൽ പ്രവാചകൻ അള്ളാഹു കൊടുത്ത അനുമതി, മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ വൈവാഹികമായ ജീവിതത്തിലുള്ള അനുമതിയും മറ്റുള്ളവർക്ക് പരിഹാസിച്ച് ചിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില സാഹചര്യങ്ങളും അവിടെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കുത്തിപ്പൊക്കി പ്രവാചകനെ പരിഹസിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ ഒന്നും പാഴാക്കാതെ നബിയെ ഇകഴ്ത്തുന്നവരായിരുന്നു. അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരാണ് മുനാഫിക്കുകൾ. അപ്പോൾ ആ മുനാഫിക്കുകൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല കടുത്ത ശിക്ഷ കിട്ടും. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കത്തക്ക വിധത്തിലുള്ള ഒരു തെറ്റും അദ്ദേഹം ആ വിഷയത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെയുള്ള സൂചനകളാണ് നബിയുടെ ഭാര്യമാരുടെയും കുടുംബജീവിതത്തെയൊക്കെ പറ്റിയുണ്ടത്. എന്നാൽ എല്ലാ മനുഷ്യരെയും പോലെ തന്നെ കുടുംബ ജീവിതത്തിൽ ഭാര്യമാരിൽ നിന്ന് ചില സംസാരങ്ങളും അവകാശങ്ങളും ചോദിച്ചു വരുന്ന സന്ദർഭമുണ്ടായി. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യമായ രൂപത്തിൽ പ്രതികരിച്ചു. അള്ളാഹു അതിന് പോംവഴി കണ്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനുമായുള്ള കുടുംബജീവിതം അവസാനിപ്പിക്കാം എന്ന് വരെ നബി അവരോട് പറയുകയും, എന്നാൽ അവർ അങ്ങനെയൊന്നും വേണ്ട, ഞങ്ങളുടെ പക്കലുണ്ടായൊരു തെറ്റായിപ്പോയി, ഞങ്ങൾ എന്ത് സഹിച്ചാലും നിങ്ങളുടെ കൂടെ ജീവിക്കാമെന്ന് തിരിച്ചു പറയുകയും ചെയ്ത സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആയത്തിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കാലത്തും മുഹമ്മദ് നബിയുടെ ജീവിതത്തെ അപഗ്രഥിച്ച് നബിയെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്നവർ കാര്യമായി എടുത്തത് നബിയുടെ കുടുംബജീവിതത്തെ പറ്റിയാണ്. ഏതെങ്കിലും തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം അങ്ങനെയായിരുന്നു എന്ന് പറയാനൊന്നുമില്ല. കാരണം 40 വയസ്സ് വരെ അൽ അമീനായി അവർ അംഗീകരിച്ചതാണ്. പിന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ ഭരണപരമായ കാര്യത്തിൽ നബിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷപാതിത്വം കാണിച്ചു, തൻ്റെ ആളുകൾക്ക്, ഖുറൈശികൾക്ക് അല്ലെങ്കിൽ മുഹാജിറുകൾക്ക്, മക്കക്കാർക്ക് അനീതി കാണിച്ചു എന്ന് പറയാൻ ഒരു അനീതിയും അവരുടെ അടുക്കലില്ല. എന്ന് മാത്രമല്ല, യഹൂദികൾ പോലും, മദീനയിലെ യഹൂദികൾ പോലും നീതി കിട്ടാൻ വേണ്ടി നബിയുടെ അടുക്കലായിരുന്നു വന്നിരുന്നത്. പിന്നെയും മുനാഫിക്കുകളാണ് നബിയുടെ അടുക്കൽ വന്നാൽ
ഞങ്ങൾക്ക് അനുകൂലമായി വിധി കിട്ടുകയില്ല. അദ്ദേഹം നീതിയെ വിചാരിക്കുകയുള്ളൂ, നീതിയെ പറയുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അന്യായമായി വിധി കിട്ടാൻ വേണ്ടി നബിയെ സമീപിക്കലല്ല, കഅബുൽ അഹ്ബാറിനെ പോലെയുള്ള ആളുകളെയാണ് അവർ സമീപിച്ചിരുന്നത്. കഅബുൽ അഹ്ബാറിൻ്റെ അടുക്കൽ നിന്നും പിന്നെ നീതി അനീതിപരമായി അവർക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവരുടെ വേറെ ഏതെങ്കിലും ആളുകൾ മുനാഫിക്കുകളുടെ നേതാക്കളുടെ അടുക്കലാണ് അവർ പോകാറുണ്ടായിരുന്നത്. അവിടുന്ന് അത് കിട്ടുള്ളൂ. അപ്പോൾ നബിയുടെ ഒരു ഭരണപരമായ കാര്യത്തിൽ ആക്ഷേപിക്കാനില്ല, ചെറുപ്പത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് ആക്ഷേപിക്കാനില്ല. ഖുർആൻ പറഞ്ഞത് അത് പണ്ടേ പഠിച്ചുണ്ടാക്കിയ വേദഗ്രന്ഥമാണ്, അതിങ്ങനെ പറയുന്നു എന്നല്ലാതെ അത് അള്ളാഹുവിൻ്റേതാണെന്ന് പറയാൻ പണ്ടൊന്നും നബി പഠിച്ചതായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത് ജീവിച്ച വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതത്തെ പറ്റിയൊന്നും പറയാനില്ല. പിന്നെ ആകെ പറയാനുള്ളത് എന്താ? ഈ കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിൽ എല്ലാവർക്കും 4 വിവാഹം അനുവദിച്ചു. എന്നാൽ മുഹമ്മദ് നബിക്ക് അതിലേറെ എത്രയോ അതിൻ്റെ ഇരട്ടിയിലധികം വിവാഹം അള്ളാഹു അനുവദിച്ചു. അതൊക്കെ ബോധപൂർവമാണ്. അതുപോലെ പോറ്റുപുത്രൻ്റെ ഭാര്യയെ അയാൾ തലാക്ക് ചൊല്ലിയപ്പോൾ താൻ വിവാഹം ചെയ്തു. അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു സ്വാർത്ഥതയായിരുന്നു എന്നൊക്കെ കളിയാക്കലാണ് മുനാഫിക്കുകൾ ചെയ്തത്. അതായിരുന്നു ഇതിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. നബിയുടെ ജീവിതത്തെ അങ്ങനെയൊക്കെയാണ്. വേറെ ഏതെങ്കിലും നിലക്കിപ്പോൾ യുക്തിവാദികളാവട്ടെ, ഇസ്ലാമിൻ്റെ മറ്റു വിരോധികളായിട്ടുള്ള ആളുകളാവട്ടെ, അവർക്കൊന്നും ഈ ഒരു തരത്തിലുള്ള പരിഹാസമല്ലാതെ നബിയെ ഒന്നും പരിഹസിക്കാൻ അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഉണർത്തുകയാണ്. ഇതൊക്കെ മരിച്ചു പോകണട്ടോ. അന്യായമായി മറ്റൊരാളെ അധിക്ഷേപിക്കുകയും ഒരാളുടെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്തുകയൊക്കെ ചെയ്താൽ അത് നാശമായിരിക്കും എല്ലാവർക്കും എന്ന ഉണർത്തലും കൂടിയാണ് ഇനിയുള്ള ആയത്തുകളിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യസ്അലുക്കന്നാസു അനിസ്സാഅ, നിന്നോട് ചോദിക്കുന്നു. യസ്അലു, സഅല എന്ന് പറഞ്ഞാൽ സുആല്, ചോദ്യമാണ്. യസ്അലുക്കന്നാസു, ആ ആളുകൾ നിന്നോട് ചോദിക്കുന്നു. അനിസ്സാഅത്തി, അന്ത്യദിനത്തിനെ പറ്റി എന്ന് പറഞ്ഞാൽ അവരെ താക്കീത് നൽകി, നിങ്ങളൊക്കെ മരിക്കും, ലോകം അവസാനിക്കും, എന്നിട്ട് ഇതിൻ്റെ വിചാരണ വരും, അന്ന് സത്യം പുറത്തു വരും എന്നൊക്കെ റസൂലുള്ള അവരോട് പറയുമ്പോൾ, എന്നാ ഈ അന്ത്യദിനം, എത്ര കാലമായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്, എന്നാണ് എന്നവർ ചോദിക്കും. അതുതന്നെയാണ് ഇന്നും ആളുകൾ. എന്നാ അപ്പോൾ അതൊക്കെ, എത്ര ആൾ മരിച്ചുപോയി, ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ, ആരെങ്കിലും അവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരായിട്ട് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ യസ്അലുക അനിന്നാസ്, യസ്അലുക്കന്നാസു അനിസ്സാഅ, ഖിയാമത്ത് നാളിനെ പറ്റി നിന്നോട് ജനങ്ങൾ ചോദിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമും നബിയോട് ചോദിച്ചല്ലോ, മത്തസ്സാഅത്തുൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ പ്രവാചകൻ്റെ അടുക്കൽ വരികയും ദഹിയത്തുൽ കൽബി എന്ന ഒരാളുടെ രൂപമാണ് എന്നവർക്ക് തോന്നത്തക്ക വിധം അദ്ദേഹത്തിനോട് സാദൃശ്യമുള്ള ഒരു വേഷത്തിൽ മനുഷ്യനായി നബിയുടെ അടുക്കൽ വരികയും ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ ഒടുവിന് അവസാനമായി ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന്. ഇതൊക്കെ സഹാബിമാർ കേട്ടിരിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞത് എന്താ? മൽ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സായിൽ, ചോദിച്ച നിങ്ങളെക്കാളും ചോദിക്കപ്പെട്ട ഞാൻ ഖിയാമത്ത് നാളിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ പറഞ്ഞത്. അപ്പോൾ അത് അവർ എപ്പോഴും എന്തിനായിരിക്കും ഇപ്പം ജിബ്രീൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? അതങ്ങനെ ആളുകൾ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടി നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. യസ്അലുക നാസു അനിസ്സാഅ, അസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ, സാഅത്തു എന്ന് പറഞ്ഞാൽ വാച്ച് എന്നർത്ഥമുണ്ട്, സാഅത്തു എന്ന് പറഞ്ഞാൽ സമയം എന്നർത്ഥമുണ്ട്. അസ്സാഅത്തു എന്ന് പറഞ്ഞാൽ ആ സമയം എന്ന് ഖുർആൻ അലിഫ്ലാമോടുകൂടി അസ്സാഅത്തു എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനെ പറ്റിയാണ്. ആ സമയം, അപ്പോൾ ആ ഒരു സമയം, അതിനെപ്പറ്റി ഖിയാമത്ത് നാളിനെ പറ്റി അവരോട് ചോദിക്കും. അവർ നിന്നോട് ചോദിക്കും, ഖുൽ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, തീർച്ചയായും അതിനെപ്പറ്റിയുള്ള ഇൽമ്, അറിവ്, ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ഇന്നമാ എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ്. തീർച്ചയായും എന്ന അതൊരു പ്രയോഗം, ഇന്നമാ എന്നുള്ളൊരു പ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥം തീർച്ചയായും ഒരു കാര്യം എന്നാണ്. പക്ഷെ അതൊരു വാക്ക് വന്നാൽ
അതിൻ്റെ തൊട്ടടുത്തതിൻ്റെ അപ്പുറത്തുള്ളതിൽ മാത്രം വരുന്നതാണ്. അതായത് താലിൻ്റെ താലി ഇന്നമക്ക് ശേഷം തൊട്ട് ശേഷം വരുന്നതിൻ്റെ പിന്നീട് വരുന്നതിൽ മാത്രം എന്ന അർത്ഥം പറയും, ക്ലിപ്തപ്പെടുത്തൽ വരും. അപ്പം ഇന്നമാ ഇൽമുഹ, തീർച്ചയായും അതിനെപ്പറ്റിയുള്ള അറിവ്, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ഇന്നമൻ്റെ അർത്ഥം ഇന്ദല്ലമക്കാണ്, തൊട്ടടുത്തതിലേക്കല്ല. ഇന്നമല്ലാഹു, തീർച്ചയായും അള്ളാഹു, ഇലാഹുൻ വാഹിദ്, ഏക ഇലാഹ് മാത്രമാണ്. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ, ഇന്നമാ അന, തീർച്ചയായും ഞാൻ, ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എനിക്ക് ഇങ്ങനെ ദുനിയാവിൽ നിന്ന് തോട്ടുണ്ടാക്കി തരാനും പുഴ ഉറവ് പൊട്ടിച്ചു തരാനും ഒരു സ്വർണ്ണക്കൊട്ടാരം ഇവിടെ പെട്ടെന്ന് കാണിച്ചു തരാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല. ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, മിസ്ലുക്കും. പക്ഷെ ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? യൂഹ ഇലയ്യ, സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തിൽ എനിക്ക് വഴിയുണ്ട്, അല്ലാതെ ബാക്കിയുള്ള വേദനയും ദുഃഖത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ഇന്നമാ ഇൽമുഹ, അതിനെപ്പറ്റിയുള്ള അറിവ്, ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ഉമായുദ്രീക, നിനക്ക് അറിയുകയില്ല, ലഅല്ല സ്സാഅത തകൂനു ഖരീബ, ആ സമയം, അന്ത്യദിനം അടുത്തുണ്ടായിരിക്കും എന്ന് നിനക്കറിയില്ല. അത് അടുത്താണോ അകലെയാണോ അത് നിനക്കറിഞ്ഞുകൂടാ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. അപ്പോൾ അള്ളാഹ്ക്ക് അറിയുന്ന കാര്യങ്ങളിലൊന്നാണ്, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളിലൊന്നാണ് സാഅത്ത്, ഖിയാമത്ത് നാൾ എന്താണ്. ഒരുപക്ഷെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങളൊക്കെ മരിച്ച് നിങ്ങളുടെ മക്കളുടെയും മക്കളുടെയൊക്കെ തലമുറ കഴിഞ്ഞിട്ടായിരിക്കാം. അത് എനിക്ക് അറിഞ്ഞുകൂടാ. നബിയോട് പറഞ്ഞിക്ക, നിനക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാ ഖിയാമത്ത് നാൾ എന്ന്. പക്ഷേ ഖിയാമത്ത് നാളിൻ്റെ മുമ്പുള്ള ഒരു പ്രവാചകനാണ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനത്തിന് കൂടുതലൊന്നും കാലമില്ല. കാരണം ലോകാവസാനത്തിന് മുമ്പുണ്ടാവുന്ന അവസാനത്തെ പ്രവാചകൻ ഞാനാണ്. ഞാൻ വന്നാൽ ഇനിയൊരു പ്രവാചകനില്ല. ഇപ്പോൾ ലോകാവസാനത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും അടുത്തടുത്ത് ഇങ്ങനെ വന്നതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അന്ത്യപ്രവാചകൻ വന്നു എന്നതാണ്. ഇനി ചെറിയതും വലിയതുമായ ഒരുപാട് അലാമാത്തുകൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വലിയ വലിയ അലാമാത്തു സാഅത്തിൽ കുബ്ര, വലിയ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ നബി പ്രത്യേകമായി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈസാ നബിയുടെ ആഗമനം, ദജ്ജാലിൻ്റെ ആഗമനം തുടങ്ങിയിട്ടുള്ള ദാബത്തുൽ അർള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്കൊക്കെ ഒരുപക്ഷെ അറിയുമായിരിക്കും, അതുണ്ടാവുകയാണെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക്. എന്നാൽ അലാമാത്തു സാഅത്തി സുഗ്റ, ചെറിയ ചെറിയ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ അത് ധാർമ്മികമായ നാശം, ജനങ്ങളിൽ അമാനത്ത് നഷ്ടപ്പെടുക, നമുക്ക് വരുന്നുണ്ട് താഴെ. അമാനത്ത്, വിശ്വാസ്യത നഷ്ടപ്പെടുക, അറിവ് ഇല്ലാതെയാകുക, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് അടയാളങ്ങൾ. അതുപോലെ ഈ സമൂഹത്തിൽ ലൈംഗികമായ ദുരാചാരം വർദ്ധിക്കുക, വ്യഭിചാരം വർദ്ധിക്കുക, ലൈംഗികമായ ദുരാചാരം എളുപ്പമാവുകയും അത് വർദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സമ്പത്ത് കുമിഞ്ഞുകൂടുക, അനാവശ്യമായി സമ്പത്ത് കുമിഞ്ഞുകൂടുക. പിന്നെ ഈ മനുഷ്യനെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഇല്ലാതെയാക്കുന്ന മദ്യം, ലഹരി, അത് വർദ്ധിക്കുക, അത് വ്യാപകമാകുക. മ്യൂസിക്കുകൾ, പലതരത്തിലും മനുഷ്യനെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന മ്യൂസിക്കുകൾ വർദ്ധിക്കുക. സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ജീവിതം സമൂഹത്തിലെ, പിന്നെ ഇവിടുത്തെ, അതായത് ജാഹിലിയ കാലത്തെ പെണ്ണുങ്ങൾ പോലും എന്തൊക്കെ മദ്യപാനികളും തോന്നിവാസികളുമാണെങ്കിൽ പോലും അവർ പുരുഷന്മാർക്കിടയിൽ കൃത്യമായ നിഷ്ഠയും സദാചാരവും പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇനി നമ്മൾ ഏത് മതത്തിൽ നോക്കിയാലും, ഈ ഭാരതത്തിൽ തന്നെ പഴയകാല ചരിത്രത്തിൽ ഇവിടെയുള്ള ആര്യവർഗത്തിൻ്റെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഭാര്യമാർ, പെണ്ണുങ്ങൾ കൃത്യമായ സദാചാരബോധവും അഴിഞ്ഞാട്ടത്തിൽ നിന്ന് മുക്തമായ ഒരു സ്ത്രീത്വത്തിൻ്റെ പരിശുദ്ധിയും
കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതാണ് ചരിത്രം. ഹൈന്ദവ സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ ഒക്കെ ചരിത്രം അതാണ്. പക്ഷേ ആ എല്ലാ മതങ്ങളും ആചരിച്ച് വന്നിരുന്ന മാനവികമായ ആ ധർമ്മത്തിൽ നിന്ന് പെണ്ണുങ്ങൾ താഴോട്ട് പോയിട്ട് അഴിഞ്ഞാടുക, പൂഞ്ഞ ഒട്ടകത്തിൻ്റെ തടിച്ച ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും പുരുഷന്മാർക്കിടയിൽ അഴിഞ്ഞാടുന്ന സ്ത്രീകൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നൊക്കെ നബി അലാമത്തു സാഅത്തി സുഗറയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഹദീസുകളിൽ എണ്ണി പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിൽ ഏറെക്കുറെ പ്രത്യക്ഷപ്പെട്ട് തന്നിട്ടുമുണ്ട്. പക്ഷെ എന്നാൽ ഇതൊക്കെ ഇടിച്ച് പൊടിച്ച് തകർന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തുക എന്നത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ, മുഹമ്മദ് നബിക്ക് പോലും അറിയില്ല. കുൽ ഇന്നമാ ഇൽമുഹ ഇൻദല്ലാ, അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ഉമാ യുദ്രീക ലഅല്ല സാഅത തകൂനു ഖരീബ, ആ സാഅത്ത്, ആ അന്ത്യദിനം അടുത്തുണ്ടായിരിക്കുമോ എന്നത് നിനക്കും അറിയുകയില്ല. ഇന്നല്ലാഹ, അതെന്തിനാ പറയുന്നത്? നബിയെ പരിഹസിച്ച് അങ്ങനെ വലിയവരായി ചമഞ്ഞിരുന്ന ആളുകളോട് പറയാണ്, ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ടാകും, ഇതിനൊരു ഒടുവുണ്ടാകും. പിന്നെ ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലഅനൽ കാഫിരീൻ, നിഷേധികളായ ആളുകളെ ശപിച്ചിരിക്കുന്നു. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നവർ, സത്യം മനസ്സിലാക്കിയിട്ടും നിഷേധിക്കുന്നവനാണ് കാഫിർ എന്ന് പറയാം. വിത്ത് മണ്ണിലിട്ടിട്ട് ആ വിത്തിനെ രണ്ട് ഭാഗത്തു നിന്നും മണ്ണ് തട്ടി മൂടി നിർത്തുന്ന പണിയാണ് കഫറ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർഷകന്മാർക്ക് കുഫാർ എന്ന് സൂറത്തുൽ ഫത്ഹിൽ കാണാം. ഐജബൽ കുഫാറ നബാത്തുഹു, കർഷകന്മാർക്ക് അതിൻ്റെ ചെടി അത്ഭുതമായി തോന്നിയെന്ന്. അത് കുഫാർ എന്ന് പറഞ്ഞാൽ നിഷേധികളല്ല. അതായത് പിന്നെ നല്ല ചെടി കാമ്പ്, പിന്നെ കസർ ഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗലല്ലാഹ് ഫസ്തവ അലാ സൂഖിഹി യുജിബുൽ കുഫാറ നബാത്തുഹു, ഒരു കൃഷി പോലെ യുജിബു സുറാ നബാത്തുഹു, അതാണ്. അതായത് ഒരു കസർ ഇൻ അഖ്റജ ശത്അഹു, അതിൻ്റെ കൂമ്പ് പുറത്തേക്ക് പൊട്ടി വിളർന്നു. എന്നിട്ട് ഫആസറഹു, അതിന് ബലം കൂടി. ഫസ്തഗലല്ലാഹ്, അത് കരുത്ത് പ്രാപിച്ചു. ഫസ്തവ അലാ സൂഖിഹി, എന്നിട്ട് അതിൻ്റെ തണ്ടിന്മേൽ നിവർന്നു നിന്ന ഒരു ചെടി, അതാണ് യുജിബു സുറാ നബാത്തു. പിന്നെ എന്താണ്, അതിൻ്റെ ആ ചെടി കർഷകന്മാരെ അത്ഭുതപ്പെടുത്തും. ഈ കർഷകന്മാരെ പറ്റി കുഫാർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുഫാർ അത് വേറെ സ്ഥലത്താണ്. അജ്ബൽ ഹദീദിൽ ആയത്തൊന്ന് മതി. കമസലി വൈസിൻ, ആയിജബൽ കുഫാർ നബാത്തു അല്ലേ? അവിടെ ആ സുറായിൻ്റെ അതേ അർത്ഥത്തിലാണ് കുഫാർ എന്ന് പറഞ്ഞത്. അപ്പം കഫറ എന്ന് പറഞ്ഞാൽ അതാ മണ്ണിട്ട് മൂടിയെന്ന്. അപ്പം ഇവിടെ എന്താ മണ്ണിട്ട് മൂടിയാണ്? സാധനം അവിടെ ഉണ്ട്, എന്നാൽ കാണുന്നില്ല. അതുപോലെ കുഫാർ എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം അവർക്ക് അറിയാം, മൂടിയൊക്കെയാണ്. നബിയുടെ കുടുംബജീവിതത്തിലും നബി ഒരു സ്ത്രീകളോടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ആ വിവാഹമൊക്കെ കഴിച്ചത് എന്നത് എല്ലാവർക്കും അറിയാം. അന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിരോധികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ, അദ്ദേഹത്തിൻ്റെ മകളെ നബി വിവാഹം ചെയ്തപ്പോൾ നബി ആക്ഷേപിക്കുകയല്ല, അതൊരു അഭിമാനമായി കാണുകയും എൻ്റെ മകളെ മുഹമ്മദ് വിവാഹം ചെയ്തത് അത് അന്തസ്സാണ് എന്ന് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കാണാം. അപ്പോൾ അവർക്കാർക്കും ആക്ഷേപം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുനാഫിക്കുകൾക്കാണ് ആക്ഷേപം ഉണ്ടായത്. മുശ്രിക്കീങ്ങൾക്ക് അത് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് സത്യം മൂടി വച്ചിട്ടും സത്യം അറിഞ്ഞിട്ടും അത് മൂടി വെക്കുന്ന ആ കാഫിരീങ്ങളെ അള്ളാഹു താല ശപിച്ചിരിക്കുന്നു. വഅദ്ദലഹും, അവർക്ക് അള്ളാഹു താല ഒരുക്കി വച്ചിരിക്കുന്നു. അദ്ദ എന്ന് പറഞ്ഞാൽ ഒരുക്കി വെച്ചു. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി, അലിഫില്ലാതെ അദ്ദ എന്ന് പറഞ്ഞാൽ അതത് എണ്ണി എന്നാണ്. അദ്ദ എന്ന് പറഞ്ഞാൽ ഒരുക്കി വെച്ചു എന്നാണ്. വഅദ്ദലഹും,
അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് സഈറ, കത്തിജ്വലിക്കുന്ന തീയ്. സഈറ പറഞ്ഞാൽ നാറൻ സഈറ, സഈർ എന്ന് പറഞ്ഞാൽ ആളിപ്പടരുന്നത് എന്നാണ് ആ അർത്ഥം. സാറത്തിന്നാർ എന്ന് പറഞ്ഞാൽ തീയ് ആളിപ്പടർന്നു എന്നാണ്. അപ്പോൾ ആളിപ്പടരുന്ന നരകത്തെ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫഇദൽ ജഹീമു സുഇറത്ത്, അതാണ് അതിനെ കത്തിപ്പടർത്തി എന്നാണ്. സുഇറ, സഈർ നരകത്തിൻ്റെ ഒരു പേരാണ്. സഈർ ജഹന്നമ് എന്ന് പറഞ്ഞ പോലെ സഈർ നരകത്തിൻ്റെ ഒരു പേരാണെന്നും അതല്ല നരകത്തിൻ്റെ വിശേഷണമാണ് എന്നുമൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഖാലിദീന ഫീഹ അബദ, അവർ അതിൽ ഖാലിദുകളായിരിക്കും, ശാശ്വതന്മാരായിരിക്കും, അബദം എന്നെന്നും. ലാ യജിദൂന, അവർ കണ്ടെത്തുകയില്ല, വലിയൻ ഒരു ബന്ധുവിനെയും, വലാ നസീറ ഒരു സഹായികളെയും. നരകത്തിൽ പെട്ടുപോയാൽ പിന്നെ അവനെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഒരു സഹായിയും ഒരു ബന്ധുവും ഉണ്ടാവുകയില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അന്ന് യൗമ തുഖല്ലബു അവരെ മറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസം. തുഖല്ലബു എന്ന് പറഞ്ഞാൽ മറിച്ചു എന്ന്, മറിച്ചും തിരിച്ചു വിടുക എന്ന് പറയാലോ. അതാണ് കൽബ്. ഇൻകിലാബ എന്ന് വന്നതാണ്, കൽബ് എന്ന് പറഞ്ഞതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? മറിയുന്ന സാധനം, എപ്പോഴും മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊന്നിങ്ങനെ ഒരു നിലക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആകാണ് മാറും. ഇപ്പം നല്ല സന്തോഷമാണ്, ഈ പെട്ടെന്ന് കാണാൻ ഒരു ദുഃഖത്തേക്ക് വരണം. ഇപ്പം നല്ല വഴിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു വേറെ സാഹചര്യം മാറിയാൽ നമ്മളെ കൽബ് മാറും. അതുകൊണ്ടാണ് കൽബ് എന്ന വാക്ക് അർത്ഥം ഉണ്ടായത് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ നിന്നാണ് തുഖല്ലബ, കല്ലബ മറിച്ചിട്ടു, തിരിച്ചും മറിച്ചു വിടുന്നതാണ്. യൗമ തുഖല്ലബു വുജൂഹുഹും അവരുടെ മുഖങ്ങൾ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കും, ഫിന്നാർ നരകത്തിൽ. അതായത് വീണ്ടും വീണ്ടും ചൂടാക്കി അപ്പുറത്തും ഇപ്പുറത്തും ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസം. എന്നിട്ടോ യഖൂലൂന അവർ അന്ന് പറയും, യാ ലൈതന ഞങ്ങളുടെ നാശമേ, യാ ലൈതന ഞങ്ങൾക്കുള്ള ലൈത്ത്. ലൈത്ത് എന്ന് പറഞ്ഞാൽ ആയെങ്കിൽ, ആയിരുന്നെങ്കിൽ എന്ന കിട്ടാത്ത കാര്യത്തിനെ ആഗ്രഹിക്കുന്നതിനാണ് ലൈത്ത് എന്നറിയാം. അപ്പം യാ ലൈത്തന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും നേടാൻ കഴിയാത്ത ഒരു നാശം ഉണ്ടായിട്ടുണ്ട്. ആ നാശമേ യാ ലൈത്തന അതായിനല്ലാഹ ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, വ അതായിനർ റസൂല റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് നരകത്തിൽ വെച്ച് അവർ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. റബ്ബന യഖൂലൂന യാ ലൈതന ഞങ്ങളുടെ നാശമേ, അതായിന ഞങ്ങൾ അനുസരിച്ചുവെങ്കിൽ, ഇതാഅത്ത് അതായുത്തിയൂന്ന അതായിനല്ലാഹ അള്ളാഹുവിനെയും അതായിനർ റസൂല റസൂലിനെയും അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത ശാശ്വതമായ നരകത്തിൽ കടക്കേണ്ടതില്ലായിരുന്നുവല്ലോ. അപ്പം ഈ പരലോകത്തിനെ പറ്റിയുള്ള ബോധം കണ്ടപ്പോഴാണ് എത്രയും വലിയ കഠിന ഹൃദയന്മാരായ മുശ്രിക്കുകൾ മാറിയത്. നബി മുശ്രിക്കുകളെ മാറ്റാൻ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല, ആഖിറാണ് പറഞ്ഞു കൊടുത്തു. അള്ളാഹു ഏകനാണ് എന്നും പിന്നെ തീയിലിട്ട് കരിയും അവിടെ നിന്ന് കണ്ട് പോരാൻ പറ്റൂല. അന്ന് നിങ്ങൾ യാ ലൈതന അതായിനല്ലാഹ വ അതായിനർ റസൂല അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എന്ന് അവരങ്ങനെ വിളിച്ചു പറയും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് തോന്നി, ഞങ്ങളെന്തിനായി അറിയുന്ന സത്യം ഞങ്ങളെന്തിനായി മറച്ചു വെക്കുന്നത്? അങ്ങനെയാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നെ യാ ലൈതന വഖാലു അവർ പറയുകയും ചെയ്തു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്ന അതായിന അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്ന, ഇന്ന അതായിന തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചു, സാദത്തന ഞങ്ങളുടെ സയ്യിദുമാരെ. സയ്യിദ് പറഞ്ഞ നേതാക്കന്മാർ, സയ്യിദ് അതിൻ്റെ ബഹുവചനമാണ് സാദത്ത്. സാദാത്തുക്കൾ എന്നറിയില്ലേ, സാദാത്തുക്കളും പങ്കെടുക്കുന്നുണ്ട് എന്നറിയില്ല. അതാണ് ഇന്ന അത്തായിന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്ന അത്തായിന ഞങ്ങൾ അനുസരിച്ചു, സാദത്തന ഞങ്ങളുടെ നേതാക്കന്മാരെ, വ കുബറാഅന ഞങ്ങളുടെ കബീറുകളെയും വലിയവരെയും. കബീറിൻ്റെ ബഹുവചനമാണ്
കുബറാ കുബറാഅന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയവരെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കളെയും ഞങ്ങൾ അനുസരിച്ചു. ഫഅളല്ലൂന, അപ്പോൾ അവർ ഞങ്ങളെ ദലാലത്തിലാക്കി, അസ്സബീല, നേരായ മാർഗത്തിൽ നിന്ന്. സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാണ്. അസ്സബീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ നേരായ വഴി, ആ വഴി അള്ളാഹുവിൻ്റെ നേരായ വഴി, ആ വഴികളിൽ നിന്ന് ഞങ്ങളെ അവർ വഴിപിഴപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾക്കൊക്കെ അതായത് ഫഅളല്ലൂന സബീല, അത് ഓതുമ്പോൾ എങ്ങനെ ഓതേണ്ടത്? ഫഅളല്ലൂന സബീല അല്ലോ, സബീലാന്നില്ല, ആ അലിഫിന് ഉച്ചാരണമില്ല, അത് സൈലൻ്റാണ്, അതുകൊണ്ടാണ് പൂജ ഇട്ടത്. പക്ഷേ അതിൻ്റെ എഴുത്ത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഫഅളല്ലൂന സബീല എന്ന് പറയില്ലോ, ഒരു വെപ്പിൻ്റെ അവിടെ ഒന്നിങ്ങനെ ഉണ്ട്, ഇസ്ബായ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഫഅളല്ലൂന സബീല. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി എന്ന് കാണാം, അവിടെ ലാക്കിന്നാന്ന് കാണാം, ലാക്കിന്നാ ഹുവല്ലാഹു റബ്ബി. ആ അലിഫിൻ്റെ മേലെ സുക്കൂനാണ്. അപ്പം നമ്മൾ ഓതേണ്ടത് എങ്ങനെ? ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി. അതുപോലെ ഫഅളല്ലൂന സബീല എന്നേ ഉള്ളൂ. പിന്നെ അതൊന്ന് വെപ്പ് ഒരായത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് ഫഅളല്ലൂന സബീല ഒരു ചെറിയ വലിപ്പം. വാത്തായിനർ റസൂല എന്നുള്ളിടത്തുണ്ടല്ലോ, അവിടെ കണ്ടില്ലേ? വാത്തായിനർ റസൂല എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ വെക്കണില്ല. ആയത്ത് കൂട്ടി ഓതുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടത്? യാ ലൈതന അത്തായിനല്ലാഹ വ അത്തായിനർ റസൂല വഖാലു റബ്ബന ഇന്ന അത്തായിന, അങ്ങനെ ഓതേണ്ടത്. പക്ഷെ അവിടെ ഒരു ആയത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് റസൂല, വത്തായിനർ റസൂൽ എന്ന് അവിടെ അങ്ങനെയല്ല ഖുറാനുകൾ ഓതി വെച്ചത്. ഒക്കെ മറ്റതിനോട് യോജിച്ചു കൊണ്ടാണ്. സഈറ, അബദ, നസീറ, അത്തായിനർ റസൂല, അങ്ങനെ അത്തായിനർ റസൂൽ എന്ന് പറയാം, ഓതാം. അങ്ങനെ ഓതിയിട്ട് അങ്ങനെയല്ല ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തുകാർക്ക് ഓതി കൊടുത്തത്, അവർ പിന്നീട് നമുക്ക് ഓതി തന്നത് അതാണ്. പിന്നെ ഫഅളല്ലൂന സബീല, അവർ വഴിപ്പിച്ചു. അപ്പം നേതാക്കന്മാരെ അനുസരിക്കുക എന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. നമുക്കുള്ളൊരു ഗുണപാഠം അതാ. അന്ധമായി നമ്മൾ ആരെയും അനുസരിക്കരുത്. അതിനാണ് തഖ്ലീദ് എന്ന് പറയാം. തഖ്ലീദ് എന്ന് പറയണമെങ്കിൽ കഴുത്തിൽ കോർത്തിടുക എന്ന വാക്കിൻ്റെ അർത്ഥം. ഖിലാദത്ത് എന്ന് പറഞ്ഞാൽ മാലയാണ്. ഖിലാദത്തിൻ്റെ അർത്ഥം മാല എന്ന്. അതായത് മാലമണിയൊക്കെ കൂടി കയറുമ്പോൾ കോത്തിട്ടിന് ഖിലാത്ത്. അപ്പോൾ അത് ഏതിൻ്റെതാന്നൊന്നുമില്ല, കോർത്തിടുക ഒരു സൗന്ദര്യത്തിന് വേണ്ടി. അതുപോലെ മറ്റുള്ളവർ പറയുന്നത് അപ്പടി നമ്മൾ കഴുത്തിൽ കെട്ടി തൂക്കിയിടരുത്. ആ പറയുന്നതിലുള്ള ശരിയും തെറ്റും മനസ്സിലാക്കണം. അതായത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആര് എന്തു പറഞ്ഞാലും അതിൽ ശരിയുമുണ്ടാവാം തെറ്റുമുണ്ടാവാം മനുഷ്യന്മാരാണ്. പക്ഷേ ഈ കിടക്കുന്ന മാലിക് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് പറയുന്നത്, ഈ ഖബറിലേക്ക് ചൂണ്ടി, ഈ ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞാൽ, ആ പ്രവാചകൻ പറഞ്ഞതിൽ രണ്ടെണ്ണം ഉണ്ടാവില്ല. അത് ജിബ്രീൽ പറയുന്നതേ അദ്ദേഹം പറയുള്ളൂ. വേറെ ആര് പറഞ്ഞാലും തെറ്റും ശരിയും ഉണ്ടാവാം. അപ്പോൾ നമ്മളൊരാളെയും അന്ധമായിട്ട് നമ്മൾ അനുസരിക്കരുത്. നേരെ മറിച്ച് നമ്മളെ ഗുരുനാഥനെ, നമ്മളെ പഠിപ്പിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആളെയും നമുക്ക് അനുസരിക്കാം, അയാളെയും നമുക്ക് തഖ്ലീദ് ചെയ്യാം. എപ്പോൾ? അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം. പക്ഷെ സമൂഹം അങ്ങനെയല്ല. സമൂഹം എന്ത് ആയത്തും ഹദീസും പഠിച്ചാലും മനസ്സിലാക്കിയാലും ഓല് ചെയ്യണില്ലേ, പിന്നെന്താ നമുക്ക് ഓല മാതിരി നമുക്ക് ഓലാണ് നരകത്ത് പോകാൻ വിചാരിച്ചോ? അപ്പോൾ നമ്മൾ ഓല പിന്നാലെ കൂടുന്നു. അപ്പോൾ ഈ സാദത്തും കുബ്രാവുകളും നേതാക്കന്മാരും പിന്നെ മുതിർന്ന ആളുകളും അവരൊക്കെ ഇന്നിപ്പോൾ ഒരു ഹറാമ പറഞ്ഞാൽ അത് ഹറാമ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഹലാലാന്ന് പറഞ്ഞാൽ അത് ഹലാല്. അതാണ് വെറുതെ കെട്ടിത്തൂക്കിയിട തഖ്ലീദുകാരുണ്ട്. നേരെ മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ് ആ തഖ്ലീദ്. നേരെ മറിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെക്കാളും താഴ്ന്ന ഒരു സാധാരണക്കാരനും നിങ്ങളാ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ എന്താണ്?
അതിങ്ങനെയാണ് നബി പഠിപ്പിച്ചത്. ഇന്ന ഹദീസിൻ്റെ ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാളെ അനുസരിക്കണം. അതിലിവിടെ മൂപ്പുവളമ എന്ന് പറയുമല്ലോ, അതിൽ താഴ്ന്നവർ മുതിർന്നവരില്ല. എന്നാൽ എത്ര വലിയവൻ പറഞ്ഞാലും അതിന് ഇസ്ലാമിൽ പ്രമാണമില്ലേ നമുക്ക് അനുസരിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ സമൂഹത്തിൽ ഒരു ഭിന്നത എന്ന് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പം ഈ ജാറങ്ങളും ഈ അതിനോടനുബന്ധിച്ച ഉത്സവങ്ങളും അതൊക്കെ നബി വിരോധിച്ചതാണ്. പിന്നെ എന്തിനാ അത് ചെയ്യുന്നത്? എല്ലാവരും അത് ചെയ്യുന്ന അത് പണ്ട് നമ്മളെ കാരണവന്മാർ മുതൽ ചെയ്തു വന്നിരുന്നു. അതിന് അൽഫാത്തിയെ വിളിക്കുന്നത് നാട്ടിലുള്ള പണ്ഡിതന്മാരല്ലേ, പിന്നെ പോലെ എങ്ങനെ തെറ്റ് ചെയ്യും? അപ്പോൾ നമ്മളത് ചെയ്യുന്നു. അങ്ങനെ എല്ലാ തിന്മകളും അതിൻ്റെ പിന്നാലെ കൂടാണ്. ഓരോന്ന് പുതിയതായി ഉണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ ജീവിതകാലത്താണ്, അതിന് മുമ്പ് നമ്മളാരും കേട്ടിട്ടില്ല നമ്മളെ നാട്ടിൽ എന്ത് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ചില മനുഷ്യന്മാരാണ്. ഈ ലോകത്തെ മുദബ്ബിറുൽ ആലം, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്നാൾ ഒരുപാട് ഔലിയാക്കന്മാരും മഹാന്മാരും കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവസാനം ഈ ഒരു ഔലിയ, മടവൂരിലുള്ള ഒരു ഔലിയ വന്നപ്പോഴാണ് അദ്ദേഹം ലോകത്തെ ഖബറിൽ കടന്നും ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ഇപ്പോഴും. എന്തിനാണ്? അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ലോകനിയന്താവായ, നമ്മളങ്ങനെയാണല്ലോ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ ലോകനിയന്താവായ ഒരാൾ അവിടെ മരിച്ചെടുക്കുകയുണ്ടെങ്കിൽ പിന്നെ ആ ഖബറിങ്ങ് ചെന്ന് എത്ര കൊടുത്താലെന്താ, നമ്മളെ കാര്യം രക്ഷപ്പെടുകയല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ വലിയ ലാഭങ്ങളും നേട്ടങ്ങളുമാണ്. വലിയ പണച്ചാക്കുകൾ. ഇങ്ങനത്തെ ഒരു ഫത്വാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിലേറെ കിട്ടണമെങ്കിൽ അവിടെ കൊണ്ടുപോയി ഒരു ചാക്ക് അവിടെ കൊടുത്താൽ 10 ചാക്ക് ഇവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ ഏതായാലും അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല. എന്നാൽ അവിടെ ഒരു ചാക്ക് കൊടുത്തിട്ട് 10 ചാക്ക് ദുന്യാവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെയാണ് സമ്പാദിക്കുന്നത് ഈ പുരോഹിതന്മാർ. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഈ പറയുന്നത് റബ്ബന. ഇനിയിപ്പോൾ പുരോഹിതന്മാരാവേണ്ട ബാപ്പാരും ഉമ്മാരും ഒക്കെ തന്നെയാണ്. സാദത്തന വക്കുബറാന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ മുതിർന്നവർ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ, നമ്മളെ മക്കളെ നമ്മൾ നല്ല വഴിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഓലെ ഹിദായത്തിലേക്ക് ചേർക്കാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് ഹിദായത്തിലേക്ക് ആക്കാനേ കഴിയുള്ളൂ. ഒരാളെയും ഹിദായത്തിലേക്ക് ചേർക്കാൻ മനുഷ്യർക്ക് കഴിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും. നേരെ മറിച്ച് ഹിദായത്ത് കാണിച്ചു കൊടുക്കാനേ കഴിയുള്ളൂ, ചേർക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ നമുക്ക് നമ്മളെ മക്കളെ ഹിദായത്തിൽ കാണിച്ചു കൊടുത്ത്, അപ്പോൾ ഹിദായത്ത് പറഞ്ഞു കൊടുക്കണം, നമ്മളതിന് മാതൃകയാവണം. ഇപ്പോഴത്തെ കാലത്തൊക്കെ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ക്രിട്ടിക്കൽ ചിന്തയുള്ള മക്കളാണ്. വെറുതെ എന്തെങ്കിലാണ്ട് ഓതി കൊടുത്തു, അങ്ങനെ നിസ്കരിക്കണം കേട്ടോ, കൃത്യമായിട്ട് പള്ളിയിൽ പോകണം കേട്ടോ പറയുമ്പോൾ നിങ്ങൾ പോകണുണ്ടോ എന്ന് ചോദിക്കും കുട്ടികൾ. അവിടെയാണ് പ്രശ്നം. പണ്ടത്തെ കുട്ടികളൊന്നും നമ്മളൊക്കെ ചെറുപ്പത്തിലായി നിന്ന് നിക്കരിച്ചടാന്ന് ചോദിച്ചാൽ നിക്കരിച്ചിട്ടില്ല പറഞ്ഞാൽ വേഗം പള്ളിക്കൊക്കെ മണ്ടുണ്ട കുട്ടിയാണ്. അന്ന് ബാപ്പ നിക്കരിച്ചോ എന്ന് ആരും ചോദിക്കില്ല, ബാപ്പാനോട് കണ്ടാരും പോയില്ല. ഇപ്പം അതല്ല, ഇപ്പം ഭയങ്കര ക്രിട്ടിക്കാണ് കുട്ടികൾ. അപ്പം നമ്മൾ കുട്ടികളുടെ മുമ്പിൽ മാതൃകയായിട്ടില്ലെങ്കിൽ റബ്ബന ഇന്നന അത്തായിന സാരത്തന കുബറാന, ഞങ്ങളുടെ നേതാക്കന്മാരെയും, സാരത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ നേതാക്കന്മാർ, കുബറാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാളും വലിയവല്ല, അത് കാക്കാരും ബാപ്പാരും വല്യാപ്പാരും ഉമ്മമാരും താത്താരും വല്യമ്മമാരും ഒക്കെ അതിൽപ്പെടും. അവരൊക്കെ അനുസരിച്ചു. നമ്മുടെ മക്കൾ അങ്ങനെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ ഉപ്പ വീട്ടിൽ സിനിമയും കണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ പള്ളിക്കൽക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലോ. പിന്നെ വാപ്പ ഞങ്ങളെ കാട്ടി പറഞ്ഞേക്കും, വാപ്പ അവിടെ തന്നെ ഇരിക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മളാണ് മരിച്ചു പോയാൽ കുട്ടിയായി പിന്നെ ആ സിനിമ ആ ചാനലിൻ്റെ മുമ്പിൽ അവനാട്ടി പറഞ്ഞേക്കാൻ ആരുണ്ടാവില്ല, ഓനല്ലേ വീട്ടിലെ വാപ്പ കാരണമല്ലേ. അപ്പോൾ വാപ്പാൻ്റെ മാതിരി അവനങ്ങനെ ജീവിക്കും. അതൊക്കെ നമ്മൾ പേടിക്കണം. അപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ ഒരാളെയും നമ്മൾ അനുസരിക്കരുത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതാണ് ഇമാം ഷാഫിയും ഹനഫിയും ഹംബലിയും മാലിക്കും റഹ്മത്തുള്ളാഹി അലൈഹിം അവരൊക്കെ അതാ പറഞ്ഞത്, ഞങ്ങൾ അനുസരിക്കരുത്. ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രമാണമുണ്ടോ അത് നിങ്ങൾ സ്വീകരിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളെ വാക്ക് ഒഴിവാക്കുക, നിങ്ങൾക്ക് പ്രമാണം സ്വീകരിക്കുക. മദ്ഹബിൻ്റെ ഇമാമുകൾ അതാ പറഞ്ഞത്, ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ റബ്ബന ഇന്ന അത്തൈന സാരത്തന വകുബറാഅന, ഞങ്ങളുടെ നേതാക്കന്മാരെയും മുതിർന്നവരെയും ഞങ്ങൾ അനുസരിച്ചു. ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു.
ഒരു നമ്മൾ വഴിതെറ്റിച്ചു പറഞ്ഞാൽ അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യിച്ച് അവർ ഞങ്ങൾക്ക് ചീത്തയായ മാതൃകയായി. റബ്ബന, അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിഹിം, അവർക്ക് നീ നൽകണമേ, ളിഅഫൈനി മിനൽ അദാബി, ശിക്ഷയുടെ 2 ഇരട്ടി ആണ്. ളിഅഫ് ഇരട്ടിയാണ്, 2 ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം ഞങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാനുള്ളൊരവസരം അവർക്ക് തന്നില്ല. അവർ ഞങ്ങൾക്ക് ചീത്ത മാതൃകയാണ് കാണിച്ചത്. എൻ്റെ ഉമ്മ പുറത്തിറങ്ങിയപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രം ചീത്ത മാതൃകയായിരുന്നു. ഞാനും അങ്ങനെ തന്നെ സ്വീകരിച്ചു. ഉപ്പയുടെ മാതൃക സ്വീകരിച്ചു. നാട്ടിലുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരുടെയും മാതൃക സ്വീകരിച്ചു. ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, ഓലൊക്കെ നല്ല ആളുകളാണെന്ന് വിചാരിച്ച് സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ശിക്ഷയുടെ ഇരട്ടി അവർക്കും കൊടുക്കണം. വൽ അൻഹും, അവരെ നീ ശപിക്കുകയും ചെയ്യണം. ലൈനൻ കബീറ, വലിയ ലൈനത്ത്. ഇൽ അൻ എന്ന് പറഞ്ഞാൽ ലൈനത്ത് ചെയ്യണം, അവരെ ശപിക്കണം. ശപിക്കാതെ എന്താ? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റണം. ലഅന എന്ന് പറഞ്ഞാൽ അതാ, അബ്അദല്ലാഹു അൻ റഹ്മത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവരെ അകറ്റണം. അപ്പോൾ നമ്മളെ മക്കള് നമുക്കെതിരിൽ ആ ക്രിട്ടിക്കലായ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ മക്കൾ, നമ്മളെ കീഴിലുള്ളവർ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളെ ഖുതുബ കേൾക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ കീഴിലുള്ള നമ്മുടെ പ്രജകൾ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിധേയമാവുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും സങ്കടവും അതിൽ നിന്ന് രക്ഷപ്പെടാനില്ലാത്ത ഒരവസ്ഥയും എത്രയായിരിക്കും? അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് വൽ അൻഹും ലൈനൻ കബീറ, അവരെ നീ വലിയ ശാപം ശപിക്കണം, ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം. അല്ലാഹു തആല പറഞ്ഞതാ, ഇന്നമിൻ, വിശ്വാസികളെ, നിങ്ങളുടെ ഇന്നമിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എങ്ങനെ ഭാര്യയും മക്കളും ശത്രുക്കളാകുക? അതിൻ്റെ ഒരു ഭാഗം ഇതാണ്, നമ്മൾ അവർക്ക് ചീത്തയായ മാതൃകയാകുമ്പോൾ അതനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ അവർ പരലോകത്ത് ശിക്ഷ കാണുമ്പോൾ പിന്നെ ഭർത്താവാണ് വാപ്പയാണ് ഉമ്മയൊന്നും നോക്കൂല, ഞങ്ങൾ പേച്ചത് ഓലെക്കൊണ്ടാണ്, ഇരട്ടി അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നൊരവസ്ഥ വരരുത് എന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്ത് നമ്മളെ അല്ലാഹു തആല വിവരിക്കുന്നത്. ഏത്? അല്ല, അപ്പോൾ പ്രാർത്ഥന പഠിച്ചവനോട് പറയന്നെ. റബ്ബന എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്ന അത്തായിന, അത് ആ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിളിയാണത്. പ്രാർത്ഥന തന്നെയാണത്, പ്രാർത്ഥനയാണ്. അവർ അള്ളാഹുവിന് അവരുടെ നേതാക്കന്മാർക്കെതിരിൽ പ്രാർത്ഥിക്കും എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അവരാ എവിടെയാണ് തിരിഞ്ഞ്? അത് വിലാപ്പെന്ന് പറയുന്ന ആ വേദന കൊണ്ടുണ്ടാകുന്ന ഒരിതാണല്ലോ, ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കന്നെ ചെയ്യും. നമുക്കെതിരല്ലേ, പഠിച്ചവനോടല്ലേ പ്രാർത്ഥിക്കുക, അത് പരലോകത്തും പ്രാർത്ഥിക്കുമല്ലോ, അതിൻ്റെ പ്രാർത്ഥന. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തകൂനു, നിങ്ങളാവരുത്, കല്ലദീന ആദൗ മൂസ, മൂസാ നബിയെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങളാവരുത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ വരുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ ഉപദ്രവിച്ച ആളുകളെപ്പോലെ നിങ്ങളാവരുത്. ഫബറഅഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തെ മോചിതനാക്കി, മിമ്മാ ഖാലു, അവർ പറഞ്ഞ കാര്യത്തിൽ നിന്ന്. ഇത് മൂസാ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ ഇസ്രായേല്യരെ പരിഹസിക്കുകയും ഒരുപാട് വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം ആദറാണ് എന്ന് അവർ കളിയാക്കിയിരുന്നു. ആദർ എന്ന് പറഞ്ഞാൽ ഈ വൃഷ്ണം വീർത്ത് നിൽക്കുന്ന ആ രോഗം ഉള്ള ആളാണ് അദ്ദേഹം. അതൊരു ചീത്തയായി എല്ലാവരും മോശമായി കാണുന്ന ഒരു രോഗമായിട്ടാണ് അക്കാലഘട്ടത്തിലും കരുതിയിരുന്നത്. അപ്പോൾ അവർ അയാളെപ്പറ്റി, മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റി അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു പരിഹാസം ബനൂ ഇസ്രായേലുകൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ആദറാണ്.
എന്നപ്പോൾ കാട്ടുക? അതിനിപ്പോൾ എന്താ മരുന്ന്? അല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? മൂപ്പര് പിന്നെ അദ്ദേഹത്തിൻ്റെ അവറത്ത് കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ അല്ല എന്ന് പറയാൻ നല്ലപ്പോൾ ശരിയാവുള്ളൂ. പിന്നീട് ചരിത്രത്തിൽ കാണാം, മൂസാ നബി അലൈഹി സ്വലാം ഒരു കുളിക്കാൻ വേണ്ടി വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു ഭാഗത്ത് ഒരു കല്ലിന്മേൽ വെച്ച്, എന്നിട്ട് അദ്ദേഹം കുളിച്ചപ്പോൾ ആ കല്ല് വസ്ത്രവും കൊണ്ടുപോയി എന്ന്. അതായത് നമുക്കൊരു പിന്നെ അള്ളാഹു താല ഒരു പക്ഷേ വസ്ത്രവും കൊണ്ട് കല്ലിനെ നീക്കിയതായിരിക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഭൗതികമായി നോക്കുകയാണെങ്കിലോ കല്ലുരുണ്ടുപോയി എന്നും പറയാം. ഏതായിരുന്നാലും അതൊരു മൊയ്ജിസത്തായിരുന്നു എന്ന്. വലിയ വസ്ത്രവും കൊണ്ടുപോയി. മൂസാ നബിക്ക് അവസാനം എന്തേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ? വസ്ത്രം എടുക്കാൻ വേണ്ടി പിന്നാലെ ഓടിയപ്പോൾ ജനങ്ങൾക്ക്, കുറച്ചാളുകൾക്കെങ്കിലും ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗമില്ല. അതാണ് യാ അയ്യുഹല്ലദീന ആമനു. ഈ വിഷയകമായി മുഫസ്സിറുകൾ ആ ചരിത്രം പറഞ്ഞത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു, പിന്നെ ആദർ എന്നാണ് അതിൻ്റെ പറയാം. അദ്ദേഹത്തിൻ്റെ ഈ വൃഷ്ണം വീക്കത്തിന് പറയുന്നത് ആദർ എന്ന്, പുള്ളില്ലാത്ത ദാല്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വിക്കുണ്ടായിരുന്നു എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇസ്രായേലിയരുണ്ടായ പിന്നെ ഇത് എല്ലാവരും സലഫുകളായ മുഫസ്സിറുകളടക്കം ഈ ആദർ രോഗമുണ്ടായി മൂസാ നബിനെ ഉപദ്രവിച്ചപ്പോൾ ഫബറഅഹുല്ലാഹു മിൻഹു, അതിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ മോചിതനാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള ആരോപണം അള്ളാഹു തആല ഇല്ലാതെയാക്കി. പിന്നെ വഖാല ഇൻദല്ലാഹി വജീഹ, അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ വജീഹായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠനായിരുന്നു. വജീഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നാ, വജീഹ് എന്ന് പറഞ്ഞാൽ നല്ല മുഖമുള്ള ആൾ എന്ന ഭാഷാർത്ഥം. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല ശ്രേഷ്ഠനായ ആളായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെ അള്ളാഹു മൂസാ നബിയെ രക്ഷപ്പെടുത്തി. അങ്ങനെ മൂസാ നബിനെ കളിയാക്കിയതുപോലെ, ഇല്ലാത്ത കാര്യം പറഞ്ഞ് കളിയാക്കിയതുപോലെ മുഹമ്മദ് നബിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുഹമ്മദ് നബിയെ നിങ്ങൾ പരിഹസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യരുത് എന്നാണ് ആയത്ത്. അപ്പം നബിയെ നമ്മൾ ആദരപൂർവ്വം ബഹുമാനിക്കുകയും നബിയെ അനുസരിക്കുകയും പ്രവാചകൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുകയും വേണം. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് കഴിഞ്ഞ ആയത്ത് പറഞ്ഞല്ലോ. നിങ്ങൾ സലാത്തും സലാമും നബിക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണം. നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവൻ പിന്നെ മൂക്ക് കുത്തി വീഴട്ടെ, നശിക്കട്ടെ എന്നൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതൊക്കെ അതാണ്. അപ്പോൾ സലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. നബിക്ക് വേണ്ടി നിങ്ങൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂസാ നബിനെ ഉപദ്രവിച്ച മാതിരി നിങ്ങൾ ഉപദ്രവിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദ, സദീദ് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ളത് എന്ന്, പുള്ളില്ലാത്ത സീനാണ്. ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനമായ വാക്ക് എന്ന്. ഷദീദ് കഠിനം എന്നാണ്. ഇവിടെ അതല്ല, സദീദ് എന്നാണ്. സദീദ് സദാദ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ള, വക്കും വളവുമില്ലാത്ത അല്ലെങ്കിൽ മുൻധാരണകളില്ലാത്ത നേരെ ചൊവ്വയുള്ള വാക്കുകൾ നിങ്ങൾ പറയുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കുകൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് വിവാഹ സന്ദർഭത്തിൽ ആ ഭാര്യാഭർത്താക്കന്മാരെ ഓർമ്മിപ്പിച്ചിരുന്ന ആയത്തുകൾ, 3 ആയത്തുകളിൽ ഒന്നാണ് വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം. എന്നിട്ട് നബി പറഞ്ഞിട്ടുണ്ട്, എല്ലാ തിന്മയുടെയും അച്ചുതണ്ട് നാവാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നശിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നതും അക്രമത്തിന് കാരണമാകുന്നതൊക്കെ നാവ് കൊണ്ടാണ്. അതാണ്. അതായത് നാവ് ശരിയായി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഒരു ശരീരത്തിലൊരു 2 അവയവമുണ്ട്. ആ 2 അവയവത്തിൽ ഒന്ന് നാവാണ്. നാവ് ശരിയായി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞത് കാണാം. അതാണ് വഖൂലു ഖൗല. അതാണ് ഭാര്യാഭർത്താക്കന്മാരോട് നബി ഈ സന്ദർഭത്തിൽ പറഞ്ഞത്. നിങ്ങൾ ജീവിക്കുമ്പോൾ നല്ല വർത്തമാനം പറയുക, എപ്പോഴും സദീദ് നേരെ ചൊവ്വയുള്ള വർത്തമാനം പറയുക. എങ്കിൽ എന്താ ഗുണം? നല്ലത് പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു നന്നാക്കി തരും. ഗീബത്തും നമീമത്തുമാകുന്ന ചീത്ത വാക്കുകൾ പറഞ്ഞാൽ അതോടുകൂടി അമലുകൾ പൊളിഞ്ഞു പോകും. ഇനി മനുഷ്യരെ ആക്ഷേപിക്കുന്ന, ചീത്ത വിളിക്കുന്ന മറ്റു വാക്കാണെങ്കിൽ അതുകൊണ്ടും
നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാശം പറ്റും. എന്നാലോ നല്ല വാക്ക് പറഞ്ഞാൽ യുസ്ലിഹിലക്കും അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. വമൻ യുതഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവൻ വമ്പിച്ച വിജയം വിജയിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ തന്നെ വിജയിച്ചതിൻ്റെ ശേഷം പരലോകത്തേക്ക് പോകാം. റിസൾട്ടിൻ്റെ പ്രൈസ് കിട്ടലും റിസൾട്ട് പ്രഖ്യാപിക്കലും അവിടുന്നാണ്. പക്ഷേ ഇവിടുന്ന് വിജയിച്ച് പോകണം. അതെന്തിനാ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിച്ച് മരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വാപ്പയും മക്കളും ആണെങ്കിലും സമൂഹത്തിൽ മറ്റുള്ള ഏത് മനുഷ്യരോടാണെങ്കിലും ജാതി വർഗ വ്യത്യാസമില്ലാതെ ആരോടാണെങ്കിലും നല്ല വാക്ക് പറയാം. ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട് നീ പ്രതിരോധിക്കണം. ആരെന്ത് ചീത്ത വിളിച്ചാലും നല്ലത് കൊണ്ട് പ്രതിരോധിക്കണം. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, ആരോടാണ് നിനക്ക് ശത്രുതയുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിന്നോട് ആർക്ക് ശത്രുതയുള്ളതെങ്കിൽ നല്ല വാക്കുകൾ മുഖേന വകഅന്നഹു വലിയ്യുൻ ഹമീം, ഉറ്റമിത്രങ്ങളായി മാറും. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പം നല്ല വാക്ക് പറഞ്ഞാൽ നന്നാക്കി കർമ്മങ്ങൾ നന്നാക്കി തരും, പാപങ്ങൾ പുറത്തു തരും. പിന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവൻ ഫഖദ് ഫാസ ഫൗസൻ അലീമ, വമ്പിച്ച വിജയം വിജയിച്ചിരിക്കുന്നു. ഇന്നാ അർളിനൽ അമാനത അലസ്സമാവാതി വൽ അർള്, തീർച്ചയായും ഈ അമാനത്ത്, അൽ അമാനത്ത്, അമാനത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്വം, വിശ്വസിച്ചേൽപ്പിച്ച കാര്യം എന്നാണ് അമാനത്തിന് പറയാം. അമീന് വിശ്വസ്തൻ, ഈമാന് വിശ്വാസം, അതിൽ നിന്ന് വരുന്നതാണ് അമാനത്ത്. ഈമാനുണ്ടോ ഒരാൾക്ക്, അമാനത്തില്ലേ അവന് ഈമാനില്ല എന്നാണ് നബി പഠിപ്പിച്ചത്. ഇന്ന അർളിനൽ അമാനത്ത അല, അപ്പം അമാനത്ത് എന്നുള്ള വാക്കിന് വിശ്വസിച്ചേൽപ്പിച്ചത്, നമ്മൾ മലയാളത്തിൽ അമാനത്ത് ഏൽപ്പിച്ചു, അമാനത്ത് കടം പറയും, കണക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അമാനത്ത് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച കടം, വിശ്വസിച്ചേൽപ്പിച്ച കാര്യം എന്താ അത്. അമാനത്തിനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാവരും പറയുന്നത് ഫറളും സുന്നത്തുമായിട്ടുള്ള വിശ്വാസകാര്യങ്ങളും അമലുകളും സ്വഭാവങ്ങളും ബന്ധങ്ങളും എല്ലാം അമാനത്താണ്. അതാണ്, അതായത് അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അതിൽ ഫറളുണ്ട്, സുന്നത്തുണ്ട്, അതുപോലെ നല്ല മനുഷ്യബന്ധങ്ങളുണ്ട്, സൽ സ്വഭാവങ്ങളുണ്ട്, ഇനി ഇടപാടുകളുണ്ട്, സത്യസന്ധമായ ഇടപാടുകളുണ്ട്. എല്ലാ മനുഷ്യരോടും, കുട്ടികളോടുള്ള ബാധ്യത, മുതിർന്നവരോടുള്ള ബാധ്യത, മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, ഇനി മറ്റു മതസ്ഥരോട്, പാവപ്പെട്ട ആളുകളോട്, എല്ലാവരോടും നമുക്ക് ബാധ്യത ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്തും ബാധ്യതകളില്ലാത്തതില്ല. അപ്പോൾ എല്ലാം അടങ്ങുന്ന മനുഷ്യൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിളായ ഒരാൾ, അതിനാണ് അമാനത്ത്. ഇസ്ലാമിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, മക്കളമാനത്താണ്, നമ്മളെ ജോലി മുഫസ്സിറുകൾ അത്രയും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇമാം ഇബ്നു ഹുസൈം റഹിമഹുല്ല ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആധുനികനായ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് സർക്കാർ ഓഫീസുകളിൽ കയറി ചെന്ന് കൃത്യമായി ജോലിയെടുക്കാതെ അതിൽ വീഴ്ച വരുത്തി ശമ്പളം വാങ്ങുന്നവരും, കമ്പനികളിൽ ജോലി ചെയ്ത് കൃത്യമായി ആ ജോലി നിർവഹിക്കാതെ അതിൻ്റെ വേതനം പറ്റുന്നവരും, വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാതെ അപകടത്തിന്, യാത്രക്കാർക്ക് അപകടത്തിന് കാരണമാക്കുന്നതും ഒക്കെ അമാനത്തിൻ്റെ ലംഘനമാണ്. പിന്നെ മക്കളെ വളർത്തുന്നിടത്ത്, ഭാര്യമാരെ സംരക്ഷിക്കുന്നിടത്ത്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം തകർക്കുന്ന സംസാരങ്ങൾ, അതൊക്കെ അമാനത്തിൻ്റെ. പിന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ പറയാനുമില്ല. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഇന്ന അർളിനൽ അമാനത്ത, അമാനത്ത് നാം കാണിച്ചു, നാം സമർപ്പിച്ചു, അലസ്സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ മേൽ അമാനത്ത് നാം സമർപ്പിച്ചു. അതായത് ഖുർആനും ഒന്ന് എന്നുള്ളതല്ല, എല്ലാം അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അമാനത്താണ്. അദ്ദേഹം പറഞ്ഞത് വലിയ ഇബാദത്തും കാര്യങ്ങളും ഖുർആനും ഹദീസും റസൂലും ഒക്കെ അമാനത്താണ്.
നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അമാനത്താണ്. അല്ലാതെ ഇപ്പോൾ ചില ആളുകൾ സലാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നത് വരെ, ജനാബത്ത് കുളിക്കുന്നത് വരെ അമാനത്താണ്. മുഫസ്സിറുകൾ തന്നെ പറഞ്ഞു ഗുസ്ലുൽ ജനാബത്തി, അതതിൻ്റെ നേരെ താഴെതാണ്. ഇപ്പം നമ്മൾ കുളിച്ചൂലേ എന്നുള്ളത് വേറുള്ളവരെ അറിയില്ലോ, നമ്മൾ വൃത്തിയായി നടന്നാൽ പോരെ. പക്ഷേ അതൊക്കെ ഒരു അമാനത്താണ്. എനിക്ക് വലിയ അശുദ്ധി ഉണ്ടായി, ഞാൻ എന്നിട്ട് കുളിക്കാതെ നല്ല തുണി കുപ്പായിട്ട് നടന്നാൽ അത് ആരറിയാനാ? പക്ഷെ അതിൽ വരെ എൻ്റെ സ്വകാര്യ ജീവിതത്തിലൊരു അമാനത്തുണ്ട്. ഇന്ന അറുതിനൽ അമാനത്ത അല സമാവാത്തി വല്ലറുതി, ആകാശഭൂമികളുടെ മേൽ നാം അമാനത്ത് സമർപ്പിച്ചു. അറള എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ സമർപ്പിച്ചു കൊടുത്തു, പ്രദർശിപ്പിച്ചു. മൈരിൽ എന്നാണ് പറയുക, എക്സിബിഷന് മൈരിൽ എന്നാണ് പറയുക അറള. പിന്നെ വൽ ജിബാലി, പർവ്വതങ്ങളുടെ മേലിലും. അപ്പോൾ ആകാശങ്ങളും ഭൂമിയും എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതിനാണ് പർവ്വതം. എന്നാലും ആകാശഭൂമി എന്ന് പറയുമ്പോൾ അതൊരു അവ്യക്തമായൊരു സാധനമാണല്ലോ. ജിബാലി എന്ന് പറഞ്ഞാലോ മനുഷ്യന്മാർക്ക് വേറിട്ട് ഓരോരുത്തർക്കും കാണുന്നതാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന വട്ടത്തിലേ അവന് കാണുള്ളൂ. ആകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ ജിബാല് കുറച്ചും കൂടി വ്യക്തമാണ്. അതിൻ്റെ മുമ്പിലൊക്കെ ഈ അമാനത്ത് നാം സമർപ്പിച്ചു. അബൈന, അവർ വിസമ്മതിച്ചു. ആ ആകാശഭൂമി പർവ്വതങ്ങളൊക്കെ വിസമ്മതിച്ചു. അൻ യഹ്മിൽനഹ, ഈ ഉത്തരവാദിത്വം വഹിക്കാൻ. ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, അതായത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന ആ ഒരു ഉത്തരവാദിത്വം ആകാശഭൂമി പർവ്വതങ്ങളെ അവരുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിച്ചു, സമർപ്പിച്ചപ്പോൾ അവ അത് വിസമ്മതിച്ചു. വ അഷ്ഫഖിന മിൻഹ, ആ വിഷയത്തിൽ അവർ ഭയപ്പെട്ടു. ഫഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. എന്താണ് അള്ളാഹു സമർപ്പിച്ചത് ആകാശഭൂമികളോട്? എന്നിട്ട് അള്ളാഹ് പറഞ്ഞതിന് എന്തിനെ വിസമ്മതിച്ചു എന്നൊക്കെ അത് അള്ളാഹു പറഞ്ഞൊരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അതായത് ശരിയും തെറ്റും വേർതിരിച്ചുകൊണ്ട് ശരി മാത്രം തെറ്റ് ചെയ്യാനുള്ള ചോയ്സ്, സൗകര്യം നൽകുകയും ആ തെറ്റ് എന്നിട്ടും ആ സൗകര്യം ഉപയോഗപ്പെടുത്താതെ ശരി മാത്രം ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്വം, അതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അപ്പം ജീവികളുടെ ഉത്തരവാദിത്വം, അവർക്ക് അള്ളാഹ് പറഞ്ഞ പ്രകൃതി അനുസരിച്ചേ ജീവിക്കാൻ കഴിയും. സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കുള്ള ഉത്തരവാദിത്വം അള്ളാഹു അതിന് കൊടുത്ത പ്രകൃതത്തിനനുസരിച്ചേ ജീവിക്കാൻ കഴിയൂ. മലക്കുകൾക്കുള്ള ഉത്തരവാദിത്വം അള്ളാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കാനേ അവർക്ക് കഴിയൂ. ഓൽക്കൊന്നും ചോയ്സ് ഇല്ല. എന്നാൽ മനുഷ്യന് മദ്യപിക്കണം, മദ്യപിക്കണ്ട, രണ്ടിനും അവന് ചോയ്സ് ഉണ്ട്. മദ്യപിക്കാം എന്നും മദ്യപിക്കരുത് എന്നും ചോയ്സ് ഉണ്ട്. അപ്പോൾ ആ മദ്യപിക്കാം എന്ന ചോയ്സ് ഒഴിവാക്കിയിട്ട് അതിനോട് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുമ്പോഴാണ് അതിന് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വം ആകാശഭൂമികൾ ഭയപ്പെട്ടുകൊണ്ട് വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുത്തില്ല. ഇനിയിപ്പോൾ അള്ളാഹും അവൻ്റെ മഖ്ലൂക്കുകളാണല്ലോ, അങ്ങനെ ഒരു തീരുമാനം ആലമുൽ ഗൈബിലുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ആകാശഭൂമികൾക്കൊന്നും ഈ ചോയ്സുകളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം. ആ മനുഷ്യവർഗം ഏറ്റെടുത്തപ്പോൾ പഴത്തിൽ ആ പഴം തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ തിന്നു, ചോയ്സ് കൊടുത്തു. തിന്നാതിരിക്കലാണ് നല്ലത്, തിന്നാൽ അപകടമാണ്. പക്ഷേ അത് പിശാചിൻ്റെ ഇതിന് വഴിപ്പെട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. മനുഷ്യൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എന്നിട്ട് പറയാണ് ഇന്നഹു കാന ലലൂമൻ ജഹൂല, തീർച്ചയായും അവൻ മഹാ അക്രമിയാണ്, വിവരം കെട്ടവനാണ്. ഇനി ഇതിൻ്റെ നിങ്ങൾ ഇവിടെ ഇപ്പം മനുഷ്യൻ എന്നുള്ള മനുഷ്യരോടാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടായിരിക്കണം മനുഷ്യർ അത് ഏറ്റെടുത്തു. ഇനി സകലൈനികളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അള്ളാഹു തആല ഇവിടെ മനുഷ്യനെ പറഞ്ഞിട്ടുള്ളൂ. ജിന്നുകൾക്കും ഈ തരം ഉത്തരവാദിത്വമുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ മനുഷ്യനെയാണ്, അത് മനുഷ്യൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ടായിരിക്കണം ഇത് പറഞ്ഞത്. പിന്നെ മലക്കുകൾക്ക് ചോയ്സ് ഇല്ലേ? ലാ യസൂനല്ലാഹ മാ അമറഹും
വയഫുലൂന മാ യുമറൂൻ. അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചത് ചെയ്യല്ലാതെ അത് ചെയ്യാതിരിക്കാനുള്ള ചോയ്സ് ഇല്ല. നമുക്കതൊക്കെ ഉണ്ട്. മനുഷ്യനും ജിന്നുകൾക്കും മാത്രമേ അതുള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ലിയുഅദ്ദിബൽ മുനാഫിഖീന കണ്ടില്ലേ, അള്ളാഹു തആല കപടവിശ്വാസികളെ ശിക്ഷിക്കാനും വൽ മുനാഫിഖാത്തി കപടവിശ്വാസിനികളെ ശിക്ഷിക്കാനും വൽ മുശ്രിക്കീന മുശ്രിക്കുകളെയും വൽ മുശ്രിക്കാത്തി മുശ്രിക്കാത്തുകളെയും ശിക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ചോയ്സ് സ്വീകരിക്കാതെ ജീവിക്കുന്നവരാണ് മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ, മുനാഫിക്കാത്തുകൾ, മുശ്രിക്കാത്തുകൾ. അവരെ ശിക്ഷിക്കണമെങ്കിൽ അവർക്ക് അത് ചെയ്യാനും ഇത് ചെയ്യാനുമുള്ള ഇഖ്തിയാർ അള്ളാഹു കൊടുത്തു. ആ അമാനത്ത് കൃത്യവിലോപം നടത്തി കൃത്യമായി ഏറ്റെടുത്തില്ല. അതാണ്. പിന്നെ വയതൂബല്ലാഹു അള്ളാഹു തആല പശ്ചാത്താപം സ്വീകരിക്കാനും അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും മേൽ വക്കാനല്ലാഹു ഗഫൂറർ റഹീമ അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഈ അമാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്തിനെ പറ്റിയുള്ള ഒരു ദീർഘമായ ഹദീസ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആകത്തുക ഇതാണ്: അമാനത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു പോയി തീക്കണൽ കയ്യിൻ്റെ ഉള്ളം കൈയിൽ കൂടി ഉരുട്ടിയാൽ അവിടെ പൊള്ളം കെട്ടി നിൽക്കുന്നത് പോലെ ആളുകളിൽ അമാനത്ത് ബാക്കിയാവുന്ന അങ്ങനെ തടിച്ചു നിൽക്കുമല്ലോ. അതുകൊണ്ട് സൂചി കൊണ്ട് കുത്തിയാൽ വെറും വെള്ളം, അതിൻ്റെ ഉള്ളിൽ വെള്ളമായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ തടിച്ചു നിൽക്കുന്നത് തടിയല്ല, മാംസമല്ല, അത് വെള്ളമാണ്. ഇതുപോലെ മനുഷ്യന്മാർ അവരുടെ ഭാവം, വേഷം, അവൻ്റെ രൂപത്തിലൊക്കെ എന്തോ വലിയ അമാനത്തും ഈമാനും വിശ്വസ്തതയൊക്കെ ഉണ്ട്, സത്യസന്ധത ഉണ്ട് എന്നൊക്കെ മനുഷ്യന്മാർക്ക് തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ ചീർത്ത് വീർത്ത് നിൽക്കും. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അയാളുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ അമാനത്തിൻ്റെ കടുകുമണി പോലും ഉണ്ടാവില്ല എന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ദീർഘമായ ഹദീസുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു ഈ അമാനത്തുകൾ ഏറ്റെടുത്ത് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.